നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം കൊട്ടിക്കലാശത്തിലേക്ക് അടുക്കുകയാണ്. താങ്കൾ ഒരു CITU നേതാവ് കൂടിയാണ്, അതിൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ്. അങ്ങ് നിലമ്പൂരിൽ പോയിട്ടുണ്ടാകുമല്ലോ. നിലമ്പൂരിലെ ഇപ്പോഴത്തെ ആ സാഹചര്യം എന്താണ്? ആർക്കാണ് വിജയസാധ്യത? നിലമ്പൂരിൽ LDF ജയിച്ചാൽ LDFിൻ്റെ ഭാവി, UDFിൻ്റെ ഭാവി. ഇനി UDF ആണ് ജയിക്കുന്നതെങ്കിൽ LDFിൻ്റെ ഭാവി, UDFിൻ്റെ ഭാവി. ഒന്ന് വിശകലനം ചെയ്യാമോ? ഞാൻ നിലമ്പൂരിൽ പോയിരുന്നു. നിലമ്പൂരിൽ ഞാനവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് പോയത്. പക്ഷേ അതിന് ഉപരി ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ ഒരു നിഷ്പക്ഷ നിരീക്ഷണം ഞാൻ നടത്തി. ആ നിരീക്ഷണം എന്നെ ബോധ്യപ്പെടുത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് സ്വരാജ് നല്ല മാർജിനിൽ ജയിക്കും എന്ന് തന്നെയാണ്. അതിന് കാരണങ്ങൾ അവിടെ നിരവധിയുണ്ട്. ഒന്ന്, ഈ UDFിൻ്റെ സ്ഥാനാർത്ഥി ഒട്ടേറെ ശത്രുത പിടിച്ചു വെച്ചിട്ടുണ്ട് അവിടെ. ആ ശത്രുത നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല. അന്നത്തെ DCC പ്രസിഡൻ്റായിരുന്ന VV പ്രകാശിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ആ സ്റ്റേജിലേക്ക് വളരെ നിർബന്ധിച്ച് ഈ ആര്യാടൻ ഷൗക്കത്തിനെ കൊണ്ടുവന്നപ്പോൾ ഒന്ന് കൈ കൊടുക്കാൻ പോലും തയ്യാറാവാതെ മാറിപ്പോയതൊക്കെ പരസ്യമായി. ഇനി രഹസ്യമായി VV പ്രകാശ് ചെറിയ വോട്ടിനാണ് അൻവറിനോട് തോറ്റത്. 2600 വളരെ നിസ്സാര വോട്ടിനാണ്. അതിൽ അൻവറിൻ്റെ പങ്ക് അല്ല, ഈ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പങ്ക് വലുതാണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസ്സുകാരവിടുണ്ട്. പിന്നീട് ഈ മുസ്ലിം ലീഗിൻ്റെ ആത്മീയ നേതാക്കന്മാർ പാണക്കാട് തങ്ങന്മാരെ പറ്റി പറഞ്ഞ ഈ ആര്യാടൻ ഷൗക്കത്ത് സാധാരണ ഈ മന്ത്രവാദികളെയും തട്ടിപ്പുകാരെയൊക്കെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ അതിനെക്കാട്ടി വലിയ തിമിംഗലം ദാ കിടക്കുന്നത്, ഇത് നിങ്ങൾ നോക്കിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ അടുത്ത് തങ്ങന്മാരെ പിടിച്ച് ജയിലിലിടാൻ വെല്ലുവിളിച്ച ആളാണ് ഷൗക്കത്ത്. സാധാരണ മുസ്ലിം ലീഗുകാരുടെ നേതൃത്വത്തിലുള്ളവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നെങ്കിലും സാധാരണ മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ച് അവർ ഈ ഒരു ആളിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. 3, നിലമ്പൂർ ടൗണിൽ നമ്മൾ ഇറങ്ങിച്ചെന്ന അവിടുത്തെ വ്യാപാരികൾ, അവിടെ ഒരു നിലമ്പൂർ ഫെസ്റ്റ് എന്നൊരു പരിപാടി ഇദ്ദേഹം നടത്തിയതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക പിരിവിൻ്റെയൊക്കെ പേരിൽ വല്ലാത്ത അസ്വസ്ഥത അവരുടെ മനസ്സിലുണ്ട്. അതെല്ലാം അവിടെ വർക്കൗട്ട് ചെയ്യുകയാണ്. പിന്നെ സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയുടെ തന്നെ സ്വീകാര്യത വല്ലാത്ത തരത്തിൽ ആ മണ്ഡലത്തിലെമ്പാട്, അത് ചെറുപ്പക്കാർ, സ്ത്രീകൾ, പ്രായമുള്ളവരെല്ലാം ഒരേപോലെ ഏറ്റെടുത്തൊരു സ്ഥാനാർത്ഥിത്വം വല്ലാത്ത ഒരിതാണ്. മറ്റൊന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 9 വർഷക്കാലം കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, വലിയ തോതിലുള്ള വികസന പ്രവർത്തനം ജനങ്ങളെ സംബന്ധിച്ച് അതിനു മുമ്പുള്ള ഉമ്മൻചാണ്ടി ഭരണകാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ വല്ലാത്ത മാറ്റമല്ലേ കേരളത്തിലുണ്ടായത്. കേരളത്തിലെ റോഡ്, ആശുപത്രി, പാലം, പള്ളിക്കൂടങ്ങൾ എന്ന് വേണ്ട എവിടെയാണ് കറണ്ടില്ലാത്തൊരു വീടില്ല കേരളത്തിൽ, കക്കൂസില്ലാത്തൊരു വീടില്ല കേരളത്തിൽ. ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സർവ്വതല സ്പർശിയായി ഉണ്ടായ വലിയ വികസന മാറ്റം അതൊക്കെ നേരത്തെയും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതേപോലെ ഉണ്ടായിട്ടില്ല. അടിസ്ഥാന സൗകര്യത്തിന് പണ്ടില്ല. കാരണം സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റിൽ നിന്ന് കിട്ടുന്ന പരിമിതമായതുകൊണ്ട് ഇത് അതിനപ്പുറത്ത് കിഫ്ബി എന്നൊരു പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ട് അവിടേക്ക് നിക്ഷേപം ആകർഷിച്ച് അങ്ങനെയാണ് ഇതെല്ലാം ചെയ്തത്. വലിയ നിക്ഷേപമല്ലേ കേരളത്തിൽ കിഫ്ബിയുടെ 86,000 കോടിയുടെ നിക്ഷേപം. ഒരു വശത്ത് ഇന്ധനവില ക്രമാതീതമായി കൂടിയിരിക്കുന്നു. ഇപ്പോൾ തമിഴ്നാടുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 10 രൂപയോളം വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലെ ഇന്ധനവിലയുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ ഒരു കണക്കെടുത്താൽ ഉത്തർപ്രദേശൊക്കെ കേരളത്തെക്കാട്ടി വളരെ കൂടുതലാണ്. അത്തരത്തിലും നമുക്ക് വേണം ആ കണക്ക് കൃത്യമായിട്ട് അതിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം. കേരളം മാത്രമല്ല, കേരളത്തിൽ എങ്ങനെയാണ് ഈ 2 രൂപ അഡീഷണൽ സെസ് കൊണ്ടുവന്നത്? അത് ഈ കിഫ്ബിയിലേക്കല്ലേ അത് വക മാറ്റിക്കുന്നത്? അല്ല, ആ കിഫ്ബിയിലേക്ക് ഇന്ധന നികുതിയുടെ ഒരു 20% കിഫ്ബിയുടെ തിരിച്ചടവ്. ഇന്ധന നികുതിയുടെ 20%. കേരളം വികസിക്കാതിരിക്കാൻ കഴിയുമോ? കേരളത്തിലെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാതിരിക്കും. ഞാൻ പോട്ടെ, നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിയാണ് പോകുന്നത്. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഈ ഘടകങ്ങളെല്ലാം കൊണ്ട് തന്നെ സ്വരാജ് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കാൻ പോകുന്ന സംശയമില്ല. ഇനി 2, അങ്ങനെ ആയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാവി എന്ത്, UDFിൻ്റെ ഭാവി എന്ത് എന്നാണ് ചോദിച്ചത്. ഇടതുപക്ഷ മുന്നണി നിസ്സംശയം ഒരു 3ാം തുടർ ഭരണത്തിലേക്ക് കേരളത്തിൽ വരികയാണ്. കേരളത്തിൽ നേരത്തെ BJPയുടെ താത്വിക നേതാവായ ശ്രീ TG മോഹൻദാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. പിണറായി വിജയൻ എന്നൊരു നേതാവിനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നേതാവ് ഇപ്പുറത്താരണം ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. കേരളത്തിൽ UDFിൻ്റെ സ്ഥിതി എന്താ? സതീശനെ അംഗീകരിക്കാൻ വേണുഗോപാൽ തയ്യാറല്ല.
സുധാകരൻ ഇപ്പം തന്നെ പരസ്യം പോര് തുടങ്ങി. രമേശ് ചെന്നിത്തല ഞാനാകണം മുഖ്യമന്ത്രി. ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ തമ്മിലടി കൊണ്ട് കോൺഗ്രസിന് ഒരിക്കലും പണ്ട് കോൺഗ്രസിൽ അങ്ങനെ തന്നെ അല്ല, ഇത്രമാത്രം രൂക്ഷമല്ല. പണ്ട് കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ഉള്ള കെ കരുണാകരനുണ്ടായിരുന്നു. അതിനെയൊക്കെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് അപാരമായ ശക്തി. ഇപ്പം തന്നെ സതീശൻ ഈ തെരഞ്ഞെടുപ്പിൽ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ സതീശൻ ഏറ്റവും മുമ്പിൽ തെറിക്കാൻ പോകുന്ന ആളാണ്. കാരണം സതീശനൊരു പക്വതയുള്ള നേതൃത്വമല്ല എന്ന് സതീശൻ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവൃത്തി കൊണ്ട് സതീശൻ തെളിയിച്ചു. ഇപ്പം തന്നെ നിലമ്പൂരിലെ രാഷ്ട്രീയ നാടകത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് മേൽക്കൈ ഉണ്ടാവാനുള്ള കാരണങ്ങളിലൊന്ന്, സാധാരണഗതിയിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട് പിണങ്ങിയാണ് അൻവർ പുറത്തു പോയത്. എന്നാൽ ഒരു കാലത്തേക്കൊരു ഇതിൽ അയാളെ ആ രാഷ്ട്രീയ ബുദ്ധിയൊന്നും അവർക്കുണ്ടായില്ല. രണ്ട്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം എന്താ സ്ഥിതി? അവിടെ ഒരു പയ്യൻ, ഒരു കോൺഗ്രസ്സുകാരൻ അയാളുടെ കൃഷിയിടത്തിലേക്ക് കടക്കുന്ന പന്നിയെ കെണിവെച്ച് പിടിക്കാൻ വേണ്ടി ഇലക്ട്രിക് ലൈനിൽ നിന്ന് അയാൾ മോഷ്ടിച്ച് കറണ്ട് എടുത്തു. അതിൽ തട്ടി ഒരു പയ്യൻ മരിച്ചു. അതിനെ ആ രാത്രി തന്നെ പെട്ടെന്ന് ഈ കോൺഗ്രസിൻ്റെ കുറേ നേതാക്കന്മാരെല്ലാം കൂടെ അവിടുത്തുകാരല്ല, ഇവിടുന്നൊക്കെ ചെന്ന് ആളുകളെല്ലാം കൂടെ രാത്രി ഒരു സമരനാടകം നടത്തി. വളരെ പൊളിഞ്ഞു പോയില്ലേ, നാണം കിട്ടില്ലേ? അതിനുശേഷം ഇപ്പം എന്താ, പാലക്കാട് പരീക്ഷിച്ച് വിജയിച്ചു, രക്ഷപ്പെട്ട. അന്നും നാടകമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അന്ന് മാധ്യമങ്ങളുടെ പിന്തുണയിൽ അത് വലിയ ആഘോഷിച്ചു. ആ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളല്ലേ ഷാഫി പറമ്പിലും മറ്റേ ആളുടെ ചേർന്ന് രാത്രിയിലുണ്ടാക്കിയ നാടകം ഏത്, ഈ പെട്ടി വിവാദം. ഞാൻ ചോദിക്കട്ടെ, അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി, ഇന്ത്യയിൽ ഏറ്റവും പവർഫുള്ളായ മനുഷ്യനില്ലേ? അദ്ദേഹത്തെ പശ്ചിമ ബംഗാളിൽ ചെന്നപ്പോൾ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിൻ്റെ വിമാനത്തിൽ കയറി പരിശോധിച്ചില്ലേ? അദ്ദേഹം എതിർത്തില്ലല്ലോ. രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തെ ഏറ്റവും ശക്തനായ രാജ്യത്തെ ഭരണാധികാരികളുടെ ആളാണ് അമിത്ഷാ. അദ്ദേഹം എതിർത്തില്ല. പരിശോധിക്കട്ടെ. ആ പരിശോധിക്കാനുള്ള അവകാശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടെന്നത് അംഗീകരിക്കാതെ ഒരു നാടകം കളിക്കാൻ നടത്തിയ കളി ഇപ്പം എന്താ, തിരിച്ചടിച്ചില്ലേ? തൊട്ടതെല്ലാം ആദ്യം മുതൽ തന്നെ UDF അവിടെ പാടുകയായിരുന്നു. അങ്ങിപ്പോൾ പറഞ്ഞ ഈ ഇലക്ട്രിക് ഷോക്കേറ്റ് മരിച്ച സംഭവം, ഈ വന്യമൃഗശല്യം രൂക്ഷമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അത് സത്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടായിട്ടല്ലേ അത് വ്യാഖ്യാനിക്കുക? ഒരിക്കലുമല്ല. കാരണം സംസ്ഥാന ഗവൺമെൻറ് വന്യജീവി സംരക്ഷണ നിയമം 1971 ഇന്ദിരാഗാന്ധിയാണ് ഇത്തരത്തിൽ ഭേദഗതി ചെയ്തത്. ആ ഭേദഗതി നിയമം എന്തെങ്കിലും ഭേദഗതി ചെയ്യണേ ആർക്ക് പറ്റും? കേന്ദ്ര പാർലമെൻറ്റിനെ പറ്റൂ. നിരന്തരമായി ഇതിനെ ക്ഷുദ്രജീവിയായിട്ടെങ്കിലും ഒന്ന് പ്രഖ്യാപിക്കണമെന്ന് കേരള ഗവൺമെൻറ് എത്ര പ്രാവശ്യം കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ഏറ്റവും അവസാനം ഇപ്പോൾ വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ എന്താ, പറ്റില്ല. എന്നാൽ ഈ പന്നിയെ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച സംസ്ഥാനങ്ങൾ ഇന്ത്യയിലില്ലേ? മഹാരാഷ്ട്ര, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇതിനെ ഇതേ കേന്ദ്ര ഗവൺമെൻറ് ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചു. എന്തേ കേരളത്തിലത് ചെയ്യാത്തത്? ആ രാഷ്ട്രീയ വിവേചനം കേരളത്തിലെ വോട്ടർമാർ, ജനങ്ങൾ നല്ലതുപോലെ തിരിച്ചറിയുന്നുണ്ട്. കേരളത്തെ കൃഷിക്കാർ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് സാധ്യമായ ഇതിനെ ഇപ്പം ഫോറസ്റ്റുകാരെങ്കിലും, പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ വനം മന്ത്രി വലിയ പരാജയം. അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ ആരോപണമാണ്. വനം മന്ത്രിക്ക് ഇതിനകത്ത് പരിമിതിയുണ്ട്. ആ പരിമിതി എന്താ? കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ എവിടെങ്കിലും ആരെങ്കിലും പന്നിയെ കൊല്ലുമെന്ന് പറഞ്ഞാൽ പിടിക്കാൻ വരുന്നുണ്ടോ? കേരള ഗവൺമെൻറ് ഇടപെടലിൻ്റെ ഫലമാണ്. എൻ്റെ നാട്ടിൽ തന്നെ എത്രയോ പന്നി പിന്നെ ചത്തു വീഴുന്നു, ആളുകൾ കൊന്നു തിന്നുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുമ്പോഴൊക്കെ അതിനെ നേരത്തെ ആണെങ്കിൽ എന്താ, അവരുടെ വീട്ടിൽ നിയമവാഴ്ചയുടെ പരാജയമായിട്ടല്ലേ? അല്ലല്ല, എന്ത് ചെയ്യാൻ പറ്റും? കേന്ദ്ര നിയമം നിൽക്കുകയാണ്. വന്യജീവി നിയമം കേന്ദ്രത്തിൻ്റെയാണ്. സംസ്ഥാനങ്ങൾക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. ആകെ ഇപ്പം തന്നെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചാൽ വെടിവെച്ച് കൊല്ലായിരുന്നു. അതുപോലും സമ്മതിക്കുന്നില്ല. എന്നാൽ ഇന്ത്യ ചില സംസ്ഥാനങ്ങൾക്ക് അത് അനുമതി കൊടുത്തിട്ടുണ്ട്, ഇവിടെ തന്നിട്ടില്ല. നമുക്ക് അൻവറിലേക്ക് തിരിച്ചു വരാം. അൻവർ ഉയർത്തിയ ചില പ്രശ്നങ്ങളും അൻവർ ഉയർത്തിയ ചോദ്യങ്ങളുമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വേണ്ട വിധം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ സജീവമായി ചർച്ച ചെയ്യുമായിരുന്നെങ്കിൽ അൻവർ അവിടുത്തെ തെരഞ്ഞെടുപ്പിലെ പ്രധാന താരമായി മാറിയേനെ. അവിടുത്തെ ജനങ്ങൾ അത് അവഗണിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് അൻവർ ആ തെരഞ്ഞെടുപ്പിൽ ഒരു സാന്നിധ്യം, കുറേ പൈസ മുടക്കി പ്രചരണ രംഗത്തുണ്ടെന്നല്ലാതെ അൻവർ അവിടെ എന്തെങ്കിലും ഒരു ചലിപ്പിക്കുന്ന, അവിടുത്തെ ചലനം സൃഷ്ടിക്കാനുള്ള വോട്ട് അൻവറിൻ്റെ ഇല്ല, കിട്ടില്ല. അത് അൻവറിന് നല്ലൊരു ബോധ്യമുണ്ട്. അപ്പോൾ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നില്ല. അവിടെ ഒരു ചർച്ചയായിട്ടില്ല. അവിടെ വേറെ ഒട്ടേറെ വിഷയങ്ങളാണ്. ശരി, ഈ അതിരൂക്ഷമായ വിലക്കയറ്റം കേരളത്തിൽ ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഈ ഒരു കാര്യം അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും?
വിലക്കയറ്റത്തെ പരിഹരിക്കാൻ നിത്യോപയോഗ സാധനങ്ങൾ ഇത്രമാത്രം പൊതുവിപണിയിലൂടെ ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള വിപണി, സഹകരണ ബാങ്കുകളുടെ നീതി സ്റ്റോറുകൾ, നമ്മുടെ ലാഭം മാവേലി സ്റ്റോറുകൾ, റേഷൻ കടകൾ വഴി ഇത്ര ഇടപെടുന്നൊരു സംസ്ഥാനം ഇന്ത്യ വേറെ ഉണ്ടോ? ഇവിടെ ഉള്ളൂ. പാവപ്പെട്ടവർക്ക് ഇത്ര സഹായകരമായി ഇടപെടുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് സ്വരാജിന് അനുകൂലമായി മാറാൻ പോകുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അങ്ങയുടെ ശുഭാപ്തി വിശ്വാസമാണ് സ്വരാജ് തീർച്ചയായിട്ടും വിജയിക്കും എന്നുള്ളത്. എന്തായാലും നമുക്ക് 19-ാം തീയതിയാണ് വലിയ താമസമില്ല, പെട്ടെന്നറിയാം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ കുട്ടിക്കലാശത്തിലേക്ക് കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു നാളെയോ മറ്റന്നാളോ ആണ് കുട്ടിക്കലാശം. നാളെയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം നിശബ്ദ പ്രചാരണം, അതിൻ്റെ അടുത്ത ദിവസം വോട്ടെടുപ്പ്. ഇന്ന് 16, 17, 18, 19, 21-ാം തീയതി 23-നാണ് വോട്ടെണ്ണൽ. 23 വരെ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും അങ്ങയുടെ ശുഭാപ്തി വിശ്വാസത്തിന് ആശംസകൾ നേരുന്നു. 23-ാം തീയതി നമുക്കറിയാം. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.